നമസ്കാരം, ഷമീർ ദോസ്തി. ഉള്ളത് കൊച്ചിയിലാണ്. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ്റെ ഒരു എക്സ്പോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ്. അവിടുത്തെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. മിഷനറീസ്, കാര്യങ്ങൾ, ബേക്കറി തുടങ്ങുന്നവർക്കും ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പിന്നെ പൊതുജനങ്ങൾക്ക് ബേക്കേഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ ഉണ്ട്. ബേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഓടിപ്പോണ്ട, ഒരുപാട് പഠിക്കാനും ചെയ്യുവാനും കാണാനുമുള്ള വീഡിയോ ആണിത്. ഓക്കെ, എന്നതാ ഇതൊക്കെ പേരാവൂർ അല്ല, പേരാവൂർ മണ്ഡലത്തിന്റെ ആൾക്കാരാണ്. ഇരട്ടി പേരാവൂർ മണ്ഡലത്തിന്റെ ആൾക്കാരാണ് ഇവരൊക്കെ. ഇതാര് രാജേന്ദ്രല്ലേ? ഇതാണ് നമ്മളെ അപ്സരയുടെ മാനുക്ക. രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഞങ്ങളുടെ ബാഡ്ജൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. പേരാവൂരിനൊക്കെ പ്രത്യേക കൗണ്ടറുണ്ട്. ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. വളരെ വളരെ വിശാലമായ എക്സ്പോ ആണ്. ഒരു അഭിമാന നിമിഷമാണ്. കേരള ബേക്കേഴ്സിൻ്റെ, അതായത് ചെറുകിടക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു, കാരണം വലിയ മുന്നിൽ നിൽക്കുന്ന താപ്പാന്മാരാണ് ഇതൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത്. കൃഷ്ണൻ ക്രംബാണ് ഇതിൻ്റെ സ്പോൺസർ കൂടി. അപ്പോൾ അവരുടെ സ്റ്റാളാണ് ഫസ്റ്റ് തന്നെ ഉള്ളത്. പിന്നെ അങ്ങോട്ട് ഒരു ഗംഭീരമായൊരു എക്സ്പോ ആയിരുന്നു. അടിപൊളി. ഇതൊക്കെ സ്റ്റാളുകളാണ് കേട്ടോ. കേരളത്തിൽ പുറത്തുള്ളവരാണ് മുഴുവൻ പ്രൊഡക്ഷൻ മെറ്റീരിയൽസും മിഷനറീസും എല്ലാം ഇവിടെ പറ്റും. ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് ഇത്, നാച്ചുറൽ കളർ. അതായത് ആർട്ടിഫിഷ്യൽ കളറിനെതിരെ ബേക്കേഴ്സ് നല്ല രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. ചെറുകിട വ്യവസായക്കാർക്കൊക്കെ നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണ്. മിക്സ്ചറിനൊക്കെ എനിക്ക് കളറില്ലാത്ത രീതിയിൽ അവർ നാച്ചുറൽ കളർ ഉപയോഗിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ബേക്കിന്റെ പരിപാടി തുടങ്ങുന്ന കാലം മുതലേ ഞാനുണ്ട്. ഇത് കപ്പ സ്റ്റിക്ക് തീപ്പെട്ടിക്ക പോലെ കറ പിടിച്ച ടൂൾസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ അച്ചുകളൊക്കെ വൃത്തിയാക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണിത്. ഓവൺ ഉണ്ട്, ഷവർമ ഉണ്ട്. എന്താണ് വേണ്ടത് അതനുസരിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചെയ്ത സാമ്പിൾസ് ഏത് സൈസിലും ചെയ്യാൻ പറ്റും. ഈ ബോക്സസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി സ്പോട്ട് യു വി ചെയ്തിട്ടുള്ള ബോക്സസ്, അതുപോലെ ഇവിടെ എംബോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് വരുമ്പോൾ 16 രൂപ പ്ലസ് GST ആണ്. ഇതിന് അത് ഓരോ ബോക്സസ് അനുസരിച്ച് മാറും. അപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു 15 രൂപ പ്ലസ് GST ആണ്. ഇതിൽ എംബോസ് ചെയ്തിട്ടില്ല. പാരിസൺസിൻ്റെ അണ്ടറിലുള്ള ലിബർട്ടി മൈദാസ് നല്ല മൈദയാണ്. പൊറോട്ടൊക്കെ പറ്റുന്ന മൈദയാണ്. ഫസ്റ്റ് ക്വാളിറ്റി മൈദ. ഇതൊക്കെയാണ് ഞങ്ങൾ ബേക്കറി ഉപയോഗിക്കുന്നത്. ഇത് ഓവൺ. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സാധനവും നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനം വ്യത്യാസമുണ്ട്. ഡെയിലി ബേക്കറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ 2-3 ദിവസം ഇതേപോലെ ഓവണിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം, അതിൻ്റെ ഡേറ്റ് 2-3 ദിവസം മാത്രം. അതായത് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങൾ, പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. അവർ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം എക്സ്പയർ ഡേറ്റ് ഉള്ള സാധനങ്ങളുണ്ട്. കെമിക്കലിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ബേക്കറി ഉണ്ടാക്കുന്ന ബേക്കറി തന്നെ പോയിട്ട് വാങ്ങണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. സാർ നിങ്ങൾ എന്തൊക്കെ മെഷീനുള്ള സാർ?
ഏതൊക്കെ വിഷയമുള്ള ഇതെന്തിന് വിഷയം? ബൺ ക്രീം വെക്കുന്നു. എങ്ങനെ എത്രയും ബന്ന് അങ്ങനെ കണക്കില്ല? ബന്ന് സെപ്പറേറ്റ് ഉണ്ടാക്കട്ടെ. സെപ്പറേറ്റ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ട് ഇവിടെ തേവയാണ് ക്രീം മേടിച്ചു. അവിടെ ക്രീം ഇവിടെ വന്ന് കട്ടാക്കിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഉള്ളിൽ കട്ടാക്കിയിട്ട് വെച്ചോട്ടോ. കട്ടാക്കിയിട്ട് ക്രീം കൊടുക്കും. ഓക്കെ. ഭയങ്കര ജനമായിരുന്നു, ജനനിബിഡമായിരുന്നു. 10,000-ൻ്റെ മേലെ ആൾക്കാർ ഒറ്റ ദിവസം തന്നെ. വ്യത്യസ്തമായ കേക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഈ കമ്പനിയാണ് ഇത് ഫിലോസ്ഫി ഡിസ്ട്രിബ്യൂട്ടർ ആണ് നെറ്റ്വർക്ക് കേരള. അപ്പോൾ അവരുടെ കേക്കുകളാണ് ബിസ്ക്കറ്റുകൾ, കുക്കീസ്. ഇതെന്തിൻ്റെയാണ്? ബ്ലഡ് സ്ലൈസർ ബ്ലഡ് സ്ലൈസർ അല്ലേ? ഒന്ന് എത്ര ബ്രെഡ് വരും ചെടിക്ക്? ഒരു 1200 മണിക്കൂറിൽ 10 ഇഞ്ചിൻ്റെ ഉണ്ട്. ഇത് ഏതാ റൂട്ടോ? എവിടെ ജസ്റ്റ് ഇവിടെ അരിയൊക്കെ നമുക്ക് വറുക്കാൻ പറ്റും. അരി വറുക്കാൻ ചെയ്യാൻ പറ്റും. അരി വറക്കാൻ പറ്റും. അരിയൊക്കെ പൊങ്ങിയിട്ട് പിന്നെ ഇതെന്താ? ഹൽവ മിഷൻ. ഇത് ഹൽവ മിഷൻ ഇന്ത്യൻ വേണം. ഇതെന്താണ്? This is a base for milkshake. Milkshake. Okay. No need to add ice cream, no need to add milk. No need to add ice cream, no need to add milk. This is the base. You need to add flavor and ice cream. That's it. Okay. Base this one, right? Yeah. This is rasmalai flavor and this one is strawberry. പൾപ്പ് വെച്ചടിക്കുന്നതാണ് ഇത് അല്ലേ? മുഴുവൻ പൾപ്പ് അല്ലേ? What is that? Cranberry. ലെമണേഡ് പ്രിപ്പയർ ചെയ്യും. ഈ IQF തന്നെ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ഫ്രൂട്ട്സ്. ഇങ്ങനെയാണ് IQF ഫ്രൂട്ട്സ് വരിക. ഇതാണ് ബ്ലൂബെറി. ഷുഗറാ? അതെ അതെ, അതിൻ്റെ ട്രെയിനിങ് ഉണ്ടോ? കണ്ണൂർ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ടോ? കണ്ണൂർ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? പൈസ എഴുതണേ. സോഡയും കൂടെ എന്താ സോഡയാ? സോഡ ഇടുകയാണ്. Cranberry lemon. വരും. Lemonade. Nice. Blackberry. Only berries, huh? Only berry. Only berries. Yes. Only. ചില്ലി ഗോ. മിൽക്ക് ഇല്ലാതെ. നോൺ ഡയറിയാണ്. പേരക്ക. ചില്ലി ഒരു ചെറിയൊരു എരിവുണ്ടാവും. പേരക്കയുടെ മധുരം ഉണ്ടാവും. പേരക്ക ചില്ലിയെ കൊണ്ടിട്ടുള്ള നോൺ ഡയറി. ഇത് സ്ട്രോബെറിയുടെ നോൺ ഡയറി. അതായത് മിൽക്ക് സോർബെ എന്നാണ് പറയട്ടെ. മിൽക്കില്ലാതെ. സ്ട്രോബെറി സോർബെ കാറ്റഗറിക്ക് സോർബെ എന്നാ പറയാം. അങ്ങനെ മിൽക്കില്ലാതെ ചെയ്യുന്നതാണ് സോർബെ. ഡയറിയേ ഇല്ല. ഡയറി ഒന്നുമില്ല. ഇതിന് ഫ്രൂട്ടും ഷുഗറുമാണ് ബേസ് ആയിട്ട് വരുന്നത്. പൊളി സാധനം. അവിടെ നൈസ് അല്ലേ? കുഴപ്പമില്ല. അടിപൊളിയാണ്. No, we make it now. Fresh cream. This fresh cream. Pasta seasoning. Master seasoning, അല്ലേ?
അത് you own product, own making that one? No, we buy. Market. And cheese. And cheese. Wooden pasta. ഇത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, ലുലുവിലൊക്കെ കിട്ടുന്നതാണ്. കയ്യൊക്കെ അടങ്ങുന്നുണ്ടല്ലോ. ശരിക്കും ഒത്തോണ്ട വിഷയമാണ്. ചിപ്സൊക്കെ ഉറങ്ങുന്ന സംഭവം ചെലവില് അല്ല ഫുഡ് പല്ലറ്റ് ഇനി വിറകിനകത്ത് ചൂടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഈ സാധനം ഇല്ലെങ്കിൽ നമ്മൾ ഈ സംഭവം നിർത്തൂലേ ഈ പ്രൊഡക്ഷൻ നിങ്ങളുടെ കിലോ കണ്ടെയ്നേഴ്സ് ആണ് ഇത്. നിങ്ങൾ ഡേറ്റ്സ് ഒക്കെ വെക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആ ഷോപ്പല്ല, കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എറണാകുളത്ത് കൊടുക്കുന്ന റേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഓർഡർ 10-15 ഓർഡർ കോഴിക്കോടേക്ക് ആ സമയത്ത് ഇത് വേറെ ഫുഡ് വേസ്റ്റ് ഉണ്ട്. ബ്രെഡൊക്കെ പേക്കിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. അവരെ അതേപോലത്തെ പേക്കിങ് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? നമുക്കിത് 220+ വരുന്നുണ്ട് അല്ലേ? കിലോ KG റേറ്റ് അല്ലേ? പ്രൊഡക്റ്റ് അപ്പോൾ ഈ സൈസിനനുസരിച്ച് എല്ലാത്തിനും 220 കിലോ റേറ്റ് ആണ്. പപ്സ് ഷീറ്റിൻ്റെ മെഷീനാണ്. ഇത് എത്ര എങ്ങനെ വരുന്നത്? ഷീറ്റ് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പുറത്താണ് കട്ട് ചെയ്യുക. പുറത്താണ്. ഓക്കെ. ഇതിൽ നിന്ന് ഷീറ്റ് നൈസായിട്ട് കിട്ടും. ഷീറ്റ് എത്ര തിക്നെസ് വേണോ അത്ര തിക്നെസ്സിന് നമുക്ക് ഷീറ്റ് അടിച്ച് തരും. അത് മാത്രമേ ഈ മെഷീൻ ചെയ്യൂ. കോലം ഇതാ നിറാത്ത കോലം. ചിപ്സ്, പഴം, ചിപ്സ് കട്ട് ചെയ്യുന്ന അനവധി കട്ടിങ് മെഷീൻസുകളാണുള്ളത്. ഏത് സ്നാക്സിൻ്റെ കട്ടിങ് മെഷീൻ. ബോൾ ചോപ്പർ അല്ല, ബോൾ ചോപ്പർ ഫൈൻ കട്ടിങ് ആയിട്ട് ഫൈൻ ചോപ്പിംഗ് ആയിട്ട് വെജിറ്റബിൾസ് അല്ല. ഇത് ഉഴുന്നോട മെഷീനാണ്. ഇങ്ങോട്ടാണ് മണിക്കൂറിൽ 800 പീസ് ചെയ്യാൻ പറ്റും. മണിക്കൂർ 800 പീസ്. ഇതെന്ന് പറഞ്ഞിട്ട് ലഡു ബിസിനസ് എല്ലാം മിക്സ് ആക്കിയിട്ട് ഷീറ്റ് എല്ലാം മിക്സ് ആക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ വന്ന് ബാൾ പോലെ വരും. ചെറിയ ഒരു മണിക്കൂർക്ക് 500 to 600 ബാൾ അടിക്കാൻ പറ്റും. 600 ബോൾ അടിക്കാൻ പറ്റും. 600 ബാൾ അടിക്കും. അരിമുറുക്ക ഇവിടുന്ന് കയറി പോന്നു. അങ്ങനെ
താഴെയുള്ള മിക്സ് ഉണ്ട്, അതാകുമ്പോൾ 25 അതാകുമ്പോൾ 200 ഗ്രാം 40. ഇതാകുമ്പോൾ 28 lakhs. ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട് 23 lakhs. നമ്മൾ ഈ പറഞ്ഞത് മാത്രം അതാകുമ്പോൾ 15. ഇത് ടേബിൾ ടോപ്പാ? ടേബിൾ ടോപ്പ്. അപ്പോൾ ഇതിന് ഇതാക്കി ഇതിൻ്റെ പൈസ ആക്കിയിട്ടാകും കേട്ടോ. ഇതിന് താഴെ വെച്ചിട്ട് ഇതിന് മേലെ ടേബിള് ഒന്നിച്ച് വരുന്നതാ? ഇത് റോള് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളത് ഒരുമിച്ചാണ് വരുന്നത്. സാറിയുടെ ഷോപ്പാണ് ബേക്കറി. ഇവിടെ എത്ര വരുന്നത്? 68,500. $1,675. ഏത് സൈസുള്ള ആൾക്ക് ഇരിക്കാന്ന് പറയും. അതെങ്ങനെ എലാസ്റ്റിക്കാ? അതെയാ ടേബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളമ്മൻ്റെ വരണം. കീടോ അല്ലേ? മോഡൽ നോക്കിയല്ലേ? ചപ്പാത്തി മെഷീൻ. ബെഡ്, 2 തലയണി, 1 ബെഡ്ഷീറ്റ്, സൈഡ് ബോക്സ് എല്ലാം കൂടെ ഫുൾ പാക്കേജ് ആണ്. എത്ര? ഇത് 72,500 കോംബോ ഓഫർ സാർ. കണ്ണൂർ ഇരിട്ടി. ഡെലിവറി ഫ്രീ അല്ലേ? നമ്മളിപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാം. 64,500 വരുള്ളൂ. ഇതിൽ വരുന്ന മെയിൻ ഡിഫറൻസ് അതിലുണ്ട്. അതിൽ സ്മോൾ ടൈപ്പ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതില് ഡെയിലി ആ ഓക്കെ. 100 കിലോ വേസ്റ്റ് വരെ ഇടാൻ പറ്റിയതുണ്ടാവും, 5 കിലോ വേസ്റ്റ് വരെ ഇടാൻ പറ്റിയതുണ്ടാവും, 20 കിലോ. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാ? ചകിരിച്ചോറ് വേസ്റ്റ്. ഓക്കെ ഓക്കെ. ഓക്കെ. നിങ്ങളെ കമ്പനി ഏതാ? അതാണ് കമ്പനി അല്ലേ? മാലിന്യം ഇനി വലിച്ചെറിയണ്ട.